അതെ, ശരിക്കും മാർക്ക് ചെയ്യണം. നാളെ മുതൽ നമുക്ക് പ്രചരണത്തിന് കുറെ കൂടി ആളെ കൂട്ടണം. കേട്ടോ? ദേ, വോട്ട് ചോദിക്കാൻ പോകുമ്പോഴേ ഇങ്ങനെ തലക്കനൊന്നും കാണിക്കരുത്. ചെരുപ്പ് നക്കാൻ പറയുവാണെങ്കിൽ അതും ചെയ്തേക്കണം. അതെ, എന്നാലേ വോട്ട് കിട്ടൂ. നമുക്ക് ആ വീട്ടിൽ കയറി വോട്ട് ചോദിച്ചാലോ? ചേട്ടാ, എന്ത് വിവരക്കെടായി പറയുന്നേ? അത് ആ രാജുവിന്റെ വീടാ. ഇവളെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ അവനെ തോപ്പിക്കാൻ. ഓ, അതെന്തിനാ അവരെ തോൽപ്പിക്കുന്നത്? ശ്രീലക്ഷ്മിയുടെ എതിരാളി പൊൻകുന്ന സദാശിവനല്ലേ? ആ കാര്യമൊക്കെ ഞാൻ ബ്രദറിന് പിന്നെ പറഞ്ഞുതരാം. ഓ, എന്നാ നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാം. അതൊരു കൂട്ടുകുടുംബോ, അവിടെ 10 വോട്ടോ മറ്റോ ഉണ്ട്. അത് പനക്കിലെ കുമാരപിള്ളയുടെ വീടാ. അവര് നമ്മളുമായിട്ട് വലിയ ഡാൻസിലല്ല. എന്നാ പിന്നെ ആ പടിഞ്ഞാറ് വീട്ടിലോട്ട് കയറിയാലോ? അതാ നാരദൻ ഗോപിയുടെ വീടാ. ഓ, അവനുമായിട്ടും ഉടക്കാം. എല്ലാരോടും ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ വോട്ട് ചോദിക്കുക? തന്നോട് ഉപദേശം ചോദിച്ചില്ല. ഇവനെ കാണുന്നവരുടെയൊക്കെ മെക്കിട്ട് കയറാൻ നിൽക്കുക. ഇങ്ങനെയുള്ളവരൊക്കെ പ്രചരണത്തിന് കൊണ്ട് പോകരുത്. എടി കൊച്ചേ, നീ എന്റെ അനിയത്തിയ, ഇവ എന്റെ അനിയനും. ശ്രീലക്ഷ്മി ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാശ് എന്നാ എന്റെ വോട്ട് ഞാൻ മറിച്ച് വെക്കത്തില്ല. ഈ നേതാക്കന്മാരുടെ കൂടെ നടന്നേ കുറെ രാഷ്ട്രീയ തരികടകളൊക്കെ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് നിനക്ക് ഞാനൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ തരാം. ശത്രു ആയിക്കോട്ടെ മിത്രമായിക്കോട്ടെ, ആരും ഈ ഇലക്ഷൻ കാലത്ത് നമുക്കൊരു അന്യനാകരുത്. എല്ലാവരോടും കളിച്ചും ചിരിച്ചും വേണം വർത്താനം പറയാൻ. ഇലക്ഷൻ കാലത്ത് രാഷ്ട്രീയക്കാരനാണോ കണ്ട വീടുകളുടെ അടുക്കളപ്പുറം മൊത്തം കയറി ഇറങ്ങിയിരിക്കണം. മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന പിള്ളേരുടെ മൂക്കള തുടച്ച് മാറ്റണം. 2 കഴുകി നിൽക്കുന്ന പിള്ളേർക്ക് കഴുകിച്ചു കൊടുത്തേക്ക്. ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എങ്കിൽ പിന്നെ നിനക്കൊരു രാഷ്ട്രീയ ഭാവി ഇല്ല. ഉടായ്പിന് ഡോക്ടറേറ്റ് കിട്ടിയവരെ രാഷ്ട്രീയത്തിൽ ശോഭിക്കൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് രാഷ്ട്രീയ നക്ഷത്ര നേതാവ് ഒന്ന് പറഞ്ഞു തന്നാ മതി. നമ്മൾ കാണാൻ പോകുന്ന ഒറിജിനൽ സ്ഥാനാർത്ഥി കൊച്ചമ്മണിയുടെ വീടാണ് ഈ കാണുന്നത്. അവര് ഞാൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടില്ല. അവരുടെ അപരയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ പോയ നിങ്ങളെ ഞാൻ സ്വാധീനിച്ച് കൊണ്ടുവന്നതാണ്. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അയ്യോ, അതെങ്ങനെ ശരിയാവൂടാ? നമ്മള് കീരിയും പാമ്പും ആണെങ്കിലും നീ എന്റെ സീമന്തപുത്രനല്ലേ. ഈ സ്ത്രീയുടെ മുമ്പിൽ നമ്മൾ തമ്മിൽ പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന കൊച്ചമണി വലിയ കാശുകാരിയാണെങ്കിലും നിങ്ങളെക്കാൾ കൂതറയാ. എന്നെ തറയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. നിങ്ങളല്ല, അവരെ വിളിച്ചത്. അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ നല്ല വെയിറ്റോടെ നിൽക്കണം, നല്ല പ്രൗഢിയോടെ. അത് ഞാനിപ്പോ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിലും ഞാൻ നല്ല പ്രൗഢിയാണല്ലോ. 10 ലക്ഷത്തിൽ നിന്ന് 10 പൈസ കുറഞ്ഞു പോരുത്. 5 പൈസ ഞാൻ കുറയ്ക്കത്തില്ല. ഞാൻ അവരുടെ മുന്നിൽ പോയി സംസാരിക്കുമ്പോ ഈ ലോറിയുടെ മുമ്പിലൊക്കെ പെട്ടുപോയ കോക്കാച്ചി തവളയെ പോലെ വീർത്ത് കെട്ടി നിന്നോളാം, കേട്ടാ? ഓക്കെ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, ഒരു ഇലക്ഷൻ പ്രചരണ ജാഥയാ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാൽനട ജാഥ? കാൽനടയൊന്നും പ്രാക്ടിക്കൽ അല്ല. വായിച്ചി, ഇവിടെ വന്നിരിക്കേ. നീ വിശദീകരിക്ക. അതായത് വളരെ പെട്ടെന്നുള്ള ഒരു പ്രചരണ ജാഥ. അങ്ങ് മഞ്ചേശ്വരം മുതൽ കളിക്കവിള വരെ, പാറശാല വരെ ഒരു പെർഫെക്റ്റ് പ്രചരണ ജാഥ. അല്ല മോളെ, ഇലക്ഷൻ ഇനി അധിക ദിവസമൊന്നുമില്ലല്ലോ. ഇലക്ഷൻ പ്രചരണം നമ്മൾ ഇവിടെ നടത്തും, മാടപ്പള്ളി നിയോജക മണ്ഡലത്തില്. അച്ഛൻ KCPയുടെ നിയുക്ത മുഖ്യമന്ത്രിയല്ലേ. കേരളത്തിൽ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതികൾ അച്ഛൻ ഈ പ്രചരണ ജാഥയിലൂടെ വ്യക്തമാക്കണം, ജനങ്ങളോട് പറയണം. അതെന്തൊക്കെയാ? അച്ഛാ, അത് നമ്മുടെ പ്രകടന പത്രികയിൽ ഉള്ളത് തന്നെയാ. മീഡിയയോട് പറഞ്ഞതൊക്കെ. എങ്ങനെ? നല്ല ഐഡിയ അല്ലേ?
നല്ല ആശയാണ്. ആ ഹലോ സിസ്റ്റർ പവിത്ര തിരക്കിലാണോ? ഏയ് അല്ല സർ, പറഞ്ഞോളൂ. എന്താ വിളിച്ചേ? അല്ലാതെ ഞാനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളെ ഫോൺ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സാറ് പറയൂ. ആ, ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ന്യൂസ് ചാനലിലൂടെ അറിയുന്നുണ്ട്. ആ അതെ, പുതിയൊരു വിശേഷത്തെ കുറിച്ച് പറയാനാ ഞാൻ പവിത്രയെ വിളിച്ചത്. വളരെ പേഴ്സണലായ എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ എന്താണെന്നറിയില്ല, സിസ്റ്ററോട് സംസാരിക്കുമ്പോ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയുമ്പോ വല്ലാത്തൊരു ആശ്വാസം. ആ ഒരു കാര്യം തെറ്റിദ്ധരിക്കണ്ട, എന്റെ ജീവൻ രക്ഷിച്ച ആളെന്നതിലുപരി നിങ്ങളെ ഞാൻ എന്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വർമ്മ സാറിന്റെ മനസ്സിൽ എന്നെ സുഹൃത്തായി കാണാൻ തോന്നിയത് വളരെ വലിയൊരു കാര്യം തന്നെയാ. കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പറയൂ സർ, എന്താ സാറ് പറയാൻ വന്ന കാര്യം? മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വീഴ്ചയിൽ മറ്റാരും ഇല്ലായിരുന്നെങ്കിലും എന്റെ മകളിനോടൊപ്പം ഉണ്ടായിരുന്നു. അതെ, അതെനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം. വർമ്മ സാറിന്റെ മകള് മറ്റെന്തിനേക്കാളും ഈ ലോകത്ത് സാറിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം. അതെ, ഇപ്പൊ എന്റെ ജീവിതത്തില് എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്റെ മകളാ. അവൾ എടുക്കുന്ന തീരുമാനങ്ങൾ കേട്ട് ഞാന് ശരിക്കും അത്ഭുതപ്പെടുക. ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ, വീണ് കിടക്കുമ്പോ കൈ തരുന്നവരായിരിക്കും യഥാർത്ഥ സുഹൃത്തുക്കളെന്ന്.